വൈദ്യുതകാന്തിക പ്രേരണ നിത്യജീവിതത്തിൽ അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇൻ ഡെയിലി ലൈഫ് എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചു നമ്മുടെയൊക്കെ വീട്ടിൽ വരുന്ന കറണ്ടിന് നമ്മൾ എന്തെന്നാണ് വിളിക്കുന്നത്? എ സി കറണ്ട് എന്നാണ് വിളിക്കുന്നത്. അല്ലെ, എന്തുവാ വിളിക്കുന്നത്? എ സി കറണ്ട് എന്നാണ് വിളിക്കുന്നത്. ഈ എ സി കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? അത് എ സി ജനറേറ്റർ ആണെന്നും ഈ ജനറേറ്ററിന്റെ പ്രവർത്തന തത്വം എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണെന്നും ഒക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ വളരെ വ്യക്തമായി പഠിച്ചല്ലോ. അപ്പോൾ പഠിച്ചു കഴിഞ്ഞെങ്കിൽ നമുക്ക് അടുത്തറിയണമല്ലോ അല്ലേ, നമ്മുടെ ഈ പറയുന്ന എ സി കറണ്ട് ജനറേറ്ററിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നത്? ഈ എ സി ജനറേറ്ററിന് ആരാ കറക്കുന്നത് അല്ലെ? അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതിനു മുന്നേ ഉള്ള എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ക്ലാസ്സുകൾ കിട്ടാനും കെമിസ്ട്രി, ബയോളജി, സോഷ്യൽ സയൻസിൻ്റെ എല്ലാം ക്ലാസ്സുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും മറക്കണ്ട. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടെലഗ്രാമിൽ ചോദിക്കാം. ഞാൻ നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കംപ്ലീറ്റ് ആയില്ല. അപ്പോൾ ഈ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ എന്ത് ചെയ്യുക, നോട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, കംപ്ലീറ്റഡ് നോട്ട് നമ്മുടെ ടെലഗ്രാം, വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അവിടെ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാം, നോട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം. വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്, ടെലഗ്രാം ആയിരിക്കും നിങ്ങൾക്കും എനിക്കും നല്ലത്. കാരണം പെട്ടെന്ന് നോട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ കാര്യം നോക്കി പോവാം. വാട്സാപ്പിലാണെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ ഉണ്ടാവുന്നതെന്ന് അറിയാമല്ലോ. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്, ഇപ്പോഴും ഇങ്ങനെ പല സംശയങ്ങൾ വരുന്നുണ്ടാവും വാട്സാപ്പിൽ. എനിക്ക് എപ്പോഴും റിപ്ലൈ കൊടുക്കാൻ പറ്റാറില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സാറിന് ഭയങ്കര ജാടയാണെന്ന്. ജാട ആയതുകൊണ്ടല്ല, മെസ്സേജ് ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് റിപ്ലൈ കൊടുക്കാനും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതാ സംഭവം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ നമ്മൾ തുടങ്ങിയാലോ? റെഡി അല്ലേ, സെറ്റ് അല്ലേ, ഓക്കെ അല്ലേ? അപ്പോൾ ക്ലാസ് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തി തുടങ്ങുകയാണേ. നമ്മൾ ആദ്യം ഒന്ന് പഠിക്കാൻ പോകുന്നത് പവർ സ്റ്റേഷനുകളെ പറ്റിയാണ്. എന്തുവാണ് പവർ സ്റ്റേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന സിമ്പിൾ ടോപ്പിക്കാണ് ആദ്യം പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു എ സി ജനറേറ്റർ. ഓക്കെ, നമ്മളിനി അങ്ങോട്ട് അതിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്, എ സി കറണ്ടിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം എന്താണ് ഒരു എ സി ജനറേറ്റർ? മെക്കാനിക്കൽ എനർജിയെ അല്ലേ എന്താക്കി മാറ്റുന്നു? വൈദ്യുത ഊർജ്ജം അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി, ഒന്നുകൂടി സ്പെസിഫൈ ചെയ്ത് പറഞ്ഞാൽ എ സി ആയിട്ട് മാറ്റുന്ന ഉപകരണമാണല്ലോ ജനറേറ്റർ. അപ്പോൾ ഈ മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കറക്കുന്ന എനർജി, റൊട്ടേറ്റ് ചെയ്യുന്ന എനർജി. ഇത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നാലേ കറണ്ട് ഉണ്ടാവുള്ളൂ. നമുക്ക് വീട്ടിൽ അല്ലേ എപ്പോഴും കറണ്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചത് ഈ പറയുന്ന ഒരു ചെറിയ ഈ ഒരു സെറ്റപ്പിലുള്ള ഒരു ജനറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കലും നമുക്കിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന ജനറേറ്ററിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അതായത് നിങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ പറയുന്ന പവർ സ്റ്റേഷൻ ഉപയോഗിക്കുന്ന ജനറേറ്ററിൽ കറങ്ങുന്നത് സത്യത്തിൽ ആർമേച്ചർ അല്ല, കറങ്ങുന്നത് മാഗ്നറ്റിക് പോൾസാണ്. അതായത് കാന്തം കറങ്ങും, അതിന് ചുറ്റും ആർമേച്ചർ വെച്ചേക്കും. അങ്ങനെ പ്രത്യേക ഡിസൈൻ ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന വലിയ അളവിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. കാരണം ആലോചിച്ച് നോക്കി, 24 മണിക്കൂർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതുപോലെ ഈ റിങ്ങൊക്കെ വെച്ചിട്ട് നമ്മൾ കറണ്ട് എടുക്കാൻ നിന്ന് കഴിഞ്ഞാലേ ഈ റിങ്ങിൻ്റെ അവിടെ നിന്ന് നിറച്ച് സ്പാർക്കൊക്കെ ഉണ്ടാക്കിയിട്ട് തീപിടുത്തമൊക്കെ ഉണ്ടാക്കാനും ഇതൊക്കെ അടിച്ചു പോകാനും സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഈ പറയുന്ന ഡെയിലി ലൈഫിൽ ഇങ്ങനെയുള്ള ഒരു ജനറേറ്റർ അല്ല എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. നിങ്ങൾ ആദ്യമേ അങ്ങ് മനസ്സിലാക്കി വെച്ചോ. അപ്പോൾ പ്രത്യേക തരം ജനറേറ്റേഴ്സാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളതിനെ 3 ഫേസ് ജനറേറ്റർ എന്നൊക്കെ പറയും. നിങ്ങൾ 3 ഫേസ് എന്ന് കേട്ടിട്ടെങ്കിലും ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. ഞാൻ നിങ്ങളുടെ അറിവിന് വേണ്ടി പറഞ്ഞു തരുന്നതാണ്. അത് സിലബസിലുള്ളതല്ല, ജസ്റ്റ് അറിഞ്ഞിരിക്കണമല്ലോ. നമ്മൾ ചുമ്മാ എന്തെങ്കിലും പഠിച്ച് പരീക്ഷ എഴുതി പാസ്സാവുമല്ലോ. അതായത് നമ്മൾ ഈ നോർത്ത് സൗത്ത് വരുന്ന മാഗ്നറ്റിന് നമ്മൾ എന്ത് ചെയ്യും, ഒരു പോയിന്റ് വെച്ചിട്ട് അതിനെയാണ് നമ്മൾ കറക്കുന്നത്. എന്നിട്ട് അതിന് ചുറ്റുമായിട്ട് നമ്മൾ എന്ത് വെച്ചേക്കും, 3 ആർമേച്ചർ കോയിൽ വെച്ചേക്കും എന്ന് കരുതുക. അപ്പോൾ ഒരേ സമയം നമുക്ക് 3 തരത്തിൽ എന്ത് കിട്ടും, കറണ്ട് കിട്ടും. ആ 3 തരത്തിൽ കിട്ടുന്ന കറണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, 3 ഫേസ് എന്ന് വിളിക്കുന്നത്. എന്തെന്ന് വിളിക്കുന്നത്, 3 ഫേസ്. നിങ്ങളുടെ വീടിനടുത്തുള്ള അരിയൊക്കെ പൊടിക്കുന്ന മില്ലുണ്ടല്ലോ, ഫ്ലോർ മില്ല്, ആ മില്ലിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ കൊടുത്തേക്കുന്ന എന്താണ്, 3 ഫേസ് ആണ്. ഇപ്പോൾ ചില വീടുകളിലും എന്ത് ചെയ്യാറുണ്ട്, 3 ഫേസ് കണക്ഷനൊക്കെ ഉപയോഗിക്കാറ്. അപ്പോൾ ഇങ്ങനെ വൈദ്യുതിയൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കൊമേഴ്ഷ്യൽ ലെവലിൽ, ഒരു വലിയ അളവിൽ ലാർജ് സ്കെയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സ്റ്റേഷൻസിനെയാണ് നമ്മൾ പവർ സ്റ്റേഷൻ എന്ന് വിളിക്കുന്നത്. ഇതാണ് ഇന്നത്തെ ഒന്നാമത്തെ പോയിന്റ്. അതായത് കാരണം എന്താ, ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ ടു ജനറേറ്റ് ഇലക്ട്രിസിറ്റി റിക്വയർഡ് ഫോർ ഹോംസ് ആൻഡ് ലാർജ് എസ്റ്റാബ്ലിഷ്മെന്റ് യൂസിങ് മിനി ജനറേറ്റേഴ്സ് അല്ലേ. നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച പോലത്തെ
ജനറേറ്റർ വെച്ചിട്ട് ഇങ്ങനെ വലിയ വലിയ സ്ഥാപനങ്ങളൊന്നും കറണ്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതിൻ്റെ കാരണങ്ങളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ദീസ് സെൻറ്റേഴ്സ് വിച്ച് പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി ഓൺ എ ലാർജ് സ്കെയിൽ ഫോർ ഡിസ്ട്രിബ്യൂഷൻ ആർ കോൾഡ് പവർ സ്റ്റേഷൻസ്. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ആ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള സ്ഥലങ്ങളെയാണ് പവർ സ്റ്റേഷൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ പവർ സ്റ്റേഷൻസ് പലതരത്തിലുണ്ട്. അപ്പോൾ ഏത് പവർ സ്റ്റേഷൻ നമ്മൾ എടുത്താലും അവിടെ ഉറപ്പായിട്ട് എന്തുണ്ടാകും? ഒരു ജനറേറ്റർ ഉണ്ടാകും. ഈ ജനറേറ്ററിനെ കറക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? റൊട്ടേഷൻ അല്ലെ, റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് ഒരു എനർജി വേണം. ആ എനർജി എവിടെ നിന്ന് കിട്ടും എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ പവർ സ്റ്റേഷൻസിനെ പല രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്കതിൽ എത്ര എണ്ണം പഠിക്കണം? 3 എണ്ണം പഠിക്കണം. ഏതൊക്കെയാണ്? തെർമൽ പവർ പ്ലാന്റ്, ന്യൂക്ലിയർ പവർ പ്ലാന്റ്, ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും ഒരു കോമൺ ആയിട്ട് കാണുന്നൊരു സാധനമാണ് ടർബൈൻ. ഇതാണ് ടർബൈൻ എന്ന് വെച്ചാൽ ഈ ടർബൈനിലോട്ട് സാധാരണഗതിയിൽ ടർബൈൻ എന്ന് പറയുമ്പോൾ നിങ്ങളിങ്ങനെ കണക്കാക്കുക, ഒരു വട്ടം, അതിലിങ്ങനെ കുറേ കാലുകളുണ്ടെന്ന് വിചാരിക്കുക. ഈ കാലുകളിലോട്ട് നമ്മുടെ ഈ പറയുന്ന ഒന്നുകിൽ ഒഴുകി വരുന്ന വെള്ളം അല്ലെങ്കിൽ നീരാവി പോലെ ഉള്ളത് വന്ന് തട്ടുമ്പോൾ ഈ ടർബൈൻ എന്ത് ചെയ്യും? ഇങ്ങനെ വട്ടത്തിൽ കറങ്ങും. ഈ ടർബൈനിന്റെ ആക്സിസ് ഉണ്ടല്ലോ, ഇതുപോലുള്ള ആക്സിസ്, ഇത് എന്ത് കൊടുത്തിട്ടുണ്ടാവും? ജനറേറ്ററിൽ കൊടുത്തിട്ടുണ്ടാവും. നമ്മളതിന് സിസ്റ്റമാറ്റിക്കലി വരച്ച് കാണിക്കുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ ഈ പറയുന്ന ഇതിലോട്ട് നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ടാവും? ഒരു ജനറേറ്റർ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ടർബൈൻ ഇങ്ങനെ കറങ്ങുമ്പോൾ, ടർബൈൻ ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ജനറേറ്റർ എന്ത് ചെയ്യും? ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? ഇലക്ട്രിക്കൽ എനർജി കിട്ടും. അപ്പോൾ ഈ ടർബൈനെ റൊട്ടേറ്റ് ചെയ്യാൻ എനർജി ആര് കൊടുക്കും? അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ പവർ സ്റ്റേഷൻസിനെ 3ആയിട്ട് തിരിച്ചിട്ടുള്ളത്. മലയാള മീഡിയക്കാർക്ക് പറഞ്ഞുതരാമേ, വേറെ വ്യത്യാസമൊന്നുമില്ല, സിമ്പിൾ ഇതുപോലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തെർമൽ പവർ പ്ലാന്റ്. തെർമൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ? തെർമൽ എന്ന് പറയുമ്പോൾ ചൂട്, അതായത് വെള്ളത്തിനെ നമ്മൾ ചൂടാക്കി നീരാവിയാക്കി മാറ്റും. വെള്ളത്തിന് നമ്മൾ CNGയോ കൽക്കരിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫ്യൂലുകൾ ഉപയോഗിച്ച് കത്തിച്ച് ചൂടാക്കി നീരാവിയാക്കിയിട്ട് ആ നീരാവി ഉപയോഗിച്ച് ടർബൈനെ കറക്കി നമ്മൾ വൈദ്യുതി ഉണ്ടാക്കുകയാണെങ്കിൽ അതാണ് തെർമൽ പവർ പ്ലാന്റ് എന്ന് പറയുന്നത്. വേർ ജനറേറ്റ് ഇലക്ട്രിസിറ്റി ബൈ ഓപ്പറേറ്റിംഗ് എ ജനറേറ്റർ യൂസിങ് ഫ്യൂവൽസ് ലൈക്ക് CNG, കോൾ എക്സെട്ര. നമ്മുടെ ഇന്ത്യയിൽ 75% വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതും തെർമൽ പവർ പ്ലാന്റിൽ നിന്ന് ആണ്. അപ്പോൾ തെർമൽ നീരാവി കണ്ടോ, പുകയൊക്കെ പോകുന്നത് കണ്ടോ, ഇതിനകത്ത് വെച്ചിട്ടാണ് ഈ പറയുന്ന നീരാവി ഉണ്ടാക്കുന്നത്. ആ നീരാവി വെച്ചിട്ടാണ് അല്ലെങ്കിൽ സ്റ്റീം വെച്ചിട്ടാണ് ഇത് കറക്കുന്നത്. തമിഴ്നാട്ടിലെ മേട്ടൂർ, അതുപോലെ കേരളത്തിലെ ബ്രഹ്മപുരം, എനിക്ക് തോന്നുന്നു കൊച്ചിയിലാണെന്ന് തോന്നുന്നു, അല്ലാതെ പാലക്കാടാണോ? അപ്പോൾ ഇവിടെയാണ് ഈ പറയുന്ന 2 ഉദാഹരണങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇതേ വെള്ളത്തിന് നീരാവിയാക്കണം. പക്ഷേ CNGയോ കോളോ ഒന്നും കത്തിച്ചിട്ടല്ല, നേരെ മറിച്ച് ന്യൂക്ലിയർ ഫിഷൻ, ഇതാണ് ന്യൂക്ലിയർ ഫിഷനിലൂടെയാണ് നമ്മളത് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ന്യൂക്ലിയർ പവർ പ്ലാന്റ് എന്ന് പറയും. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ന്യൂക്ലിയർ പവർ പ്ലാന്റ്, ആണവ താപനിലയങ്ങൾ അല്ലേ? ഒരു വലിയ ന്യൂക്ലിയസിനെ ചെറിയ ന്യൂട്രോൺസ് കൊണ്ട് ഇടിച്ച് പൊട്ടിച്ച് ചെറിയ തരികളാക്കി മാറ്റുമ്പോൾ നമുക്കിവിടെ ഒരുപാട് അളവിൽ എന്ത് പുറത്തു വരും? എനർജി പുറത്തു വരും. ഇതിനെയാണ് നമ്മൾ ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്? ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നു. ഒരു വലിയ ന്യൂക്ലിയസ്, യുറാനിയം പോലെയുള്ള, യുറാനിയം നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, നമുക്ക് പീരിയോഡിക് ടേബിൾ പഠിച്ചപ്പോൾ ലാർജസ്റ്റ് അല്ലെ നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള വലിയ ന്യൂക്ലിയസ്, ഏറ്റവും നമ്പർ കൂടിയ ഒന്നാണ് യുറാനിയം എന്ന് പറയുന്നത്. അപ്പോൾ യുറാനിയം 235 പോലെയുള്ള ഐസോടോപ്പുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ ഈ പറയുന്ന ചെറിയ ന്യൂക്ലിയസ് കൊണ്ട് ഇടിപ്പിക്കും. എടാ നമ്മളെ സെക്കൻഡ് വേൾഡ് വാർ പഠിച്ചപ്പോഴത്തേക്ക് ആറ്റം ബോംബിട്ട് പഠിച്ചില്ലേ? അന്ന് ഞാനിത് പറഞ്ഞു തന്നു തോന്നുന്നു സോഷ്യൽ സയൻസിൽ അല്ലേ? വലിയ ന്യൂക്ലിയസിനെ പൊട്ടിക്കുന്നത്, ഇതാണ് ആറ്റം ബോംബിന്റെ സെയിം പ്രവർത്തന തത്വം തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇതിങ്ങനെ സീരിയസ് ആയിട്ട് നടക്കുമ്പോൾ അവിടെ നിന്ന് വലിയ അളവിൽ എനർജി ഉണ്ടാവും, ഭയങ്കര ചൂടാണ്. ഈ ചൂട് ഉപയോഗിച്ച് നീരാവി ഉണ്ടാക്കി അത് കറക്കി നമ്മൾ വൈദ്യുതി ഉണ്ടാക്കുകയാണെങ്കിൽ അതാണ് ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസ് എന്ന് പറയും. സോ നമ്മൾ എന്താണ്, നമ്മുടെ ആണവോർജ്ജം എന്നും നമ്മുടെ മലയാളത്തിൽ പറയും. ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസ് ജനറേറ്റ് ഇലക്ട്രിസിറ്റി ബൈ യൂസിങ് ന്യൂക്ലിയർ എനർജി ടു കൺവേർട്ട് വാട്ടർ ഇൻ സ്റ്റീം. ഓക്കെ, അത് ടർബൈനെ കറക്കുന്നു, അവിടെ നമുക്ക് എന്ത് ചെയ്യുന്നു? വൈദ്യുതി കിട്ടുന്നു. നമ്മുടെ അടുത്തുള്ള തമിഴ്നാട്ടിലെ കൂടംകുളവും അതുപോലെ തന്നെ കൽപ്പാക്കും ഒക്കെ എന്താണ്? ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആണ്. ഇനി ഗുജറാത്തിലുണ്ട്, കർണാടകയിലുണ്ട്, അല്ലെ, അങ്ങനെ ഒരുപാട് സംസ്ഥാനങ്ങളിലുണ്ട്. നമ്മുടെ കേരളത്തിൽ എന്തായാലും ഇല്ല. ഇത് രണ്ടുമാണ് മെയിനായിട്ട് നമ്മുടെ വൈദ്യുതി ഉപയോഗിക്കുന്നത്. ഇനി നമ്മുടെ കേരളത്തിലോട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇത് രണ്ട് നമുക്ക് തെർമലുണ്ട്, ന്യൂക്ലിയർ നമുക്ക് ഇവിടെ ഇല്ല. അപ്പോൾ കേരളത്തിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് നിറച്ച് മഴ കിട്ടുന്ന സ്ഥലമാണ് അല്ലേ? നമുക്ക് ഈ പറയുന്ന ഇടവപ്പാതിയും തുലാവർഷ മഴയൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ മഴയിലെ വെള്ളമൊക്കെ എന്ത് ചെയ്യും? നദികളിലൂടെ ഇങ്ങനെ ഒഴുകിപ്പോകും. അപ്പോൾ നദിയിൽ ഒഴുകിപ്പോകുന്ന വെള്ളത്തിന് നമ്മൾ എന്ത് ചെയ്യും? ഡാമുകൾ ഉപയോഗിച്ച് തടഞ്ഞു നിർത്തും. എന്തുപയോഗിച്ച് തടഞ്ഞു നിർത്തും? ഡാമുകൾ ഉപയോഗിച്ച് തടഞ്ഞു നിർത്തും. അപ്പോൾ സാധാരണ ഇത്രയും പൊക്കത്തിൽ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഡാം കെട്ടി തടയുമ്പോൾ എന്ത് പറ്റും? ഇവിടുത്തെ വെള്ളത്തിന്റെ ലെവല് കൂടി വരും. അപ്പോൾ നമുക്കറിയാം വെള്ളത്തിന്റെ ലെവൽ ഇങ്ങനെ കൂടി വരുമ്പോൾ ഇവിടെ എന്താണ്? വെള്ളം ഇങ്ങനെ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു എനർജി ഉണ്ടല്ലേ? നമ്മളത് ഇംഗ്ലീഷ് എന്ത് വിളിക്കും? പൊട്ടൻഷ്യൽ എനർജി എന്ന് വിളിക്കും, അല്ലെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? സ്ഥിതികോർജ്ജം എന്ന് മലയാളത്തിൽ പറയും. അപ്പോൾ ഈ പൊട്ടൻഷ്യൽ എനർജിയിലെ വെള്ളം സ്റ്റോർ ചെയ്തിരിക്കും. എന്നിട്ട് ഇവിടുന്ന് പ്രത്യേക പൈപ്പുകളുണ്ട്. പൈപ്പുകൾ നമ്മൾ പെൻ സ്റ്റോക്ക് പൈപ്പ് എന്ന് പറയും. ഇത് വാൽവൊക്കെ വെച്ച് അടച്ചു വെച്ചേക്കുക.
ആവശ്യമുള്ളപ്പോൾ ഈ പെൻസ്റ്റോക്ക് പൈപ്പ് ഓപ്പൺ ആക്കും. അപ്പോൾ ഈ പൈപ്പിലൂടെ ഇത്രയും എനർജിയിലുള്ള വെള്ളം ഇങ്ങനെ വേഗത്തിൽ ഒഴുകി പോകും. അപ്പോൾ നല്ല കൈനറ്റിക് എനർജി ആയിരിക്കും, ഗതികോർജ് നന്നായിട്ട് കിട്ടും. ഈ കൈനറ്റിക് എനർജി ഉപയോഗിച്ച് നമ്മൾ ആരെ കറക്കും? നേരത്തെ പറഞ്ഞ ടർബൈനെ കറക്കും. അപ്പോൾ ടർബൈൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ടർബൈനിൽ നിന്ന് ജനറേറ്ററിൽ നമുക്ക് വൈദ്യുതി കിട്ടും. ഇതാണ് എന്ത്? ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസ് utilizes the force of the water that is collected and stored at a height. This water is then directed downward through penstoke pipe. The immense pressure of the flowing water rotates the turbine, which in turn operates generator to produce electricity. പറഞ്ഞ കാര്യം മനസ്സിലാവുമല്ലോ, വേറെ വാക്കൊന്നുമില്ലല്ലോ. നമ്മുടെ മൂലമറ്റം, പള്ളിവാസൽ, തെഹരി, ഉത്തരാഖണ്ഡ് ഒക്കെ ഇതിന്റെ ഉദാഹരണമാണ്. ഹൈഡ്രോ പവർ സ്റ്റേഷൻസ് ഒരുപാടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പവർ സ്റ്റേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? വൈദ്യുതി നമ്മൾ ഉണ്ടാക്കുന്നത്, വൈദ്യുതി നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വൻതോതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പവർ സ്റ്റേഷനുകൾ എന്ന് വിളിക്കുന്നത്. പവർ സ്റ്റേഷനിൽ നമ്മൾ എന്ത് എനർജിയാണ് ഉപയോഗിക്കുന്നത് എന്ന് അടിസ്ഥാനപ്പെട്ട് നമുക്കതിനെ മൂന്നായിട്ട് തിരിക്കാം. തെർമൽ, ന്യൂക്ലിയർ, ഹൈഡ്രോ. കണ്ടോ, വാക്കുകൾ ഒരു സെയിമാണ്. CNG, കൽക്കരി തുടങ്ങിയ ഇന്ധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ജനറേറ്റർ പ്രവർത്തിപ്പിക്കുന്നതെങ്കിൽ അത് തെർമൽ. മേട്ടൂർ തമിഴ്നാട്, ബ്രഹ്മപുരം കേരളം. ഇനി ന്യൂക്ലിയർ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ന്യൂക്ലിയർ ഊർജ്ജം. കണ്ടോ, ഇവിടെ ആണവം തന്നെ പറയുന്നത് ന്യൂക്ലിയർ എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, അത് ഉപയോഗിച്ച് നമ്മൾ ജലത്തിനെ നീരാവിയാക്കി മാറ്റുന്നു. ആ നീരാവി കൊണ്ട് ടർബൈനെ കറക്കി ഉണ്ടാക്കുന്നതാണെങ്കിൽ ന്യൂക്ലിയർ പവർ പ്ലാന്റ് നമ്മുടെ കൂടംകുളം തമിഴ്നാട്, അതുപോലെ കൽപ്പാക്കു. ഇനി ഹൈഡ്രോ ഇലക്ട്രിക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഉയരത്തിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ജലം, അതായത് ഡാം. കണ്ടോ, ഡാം കണ്ടത് നിങ്ങൾക്ക് ഇവിടെ പടത്തിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഡാമിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? പൈപ്പ് വഴി ഇങ്ങനെ പുറത്തോട്ട് പോകും അല്ലേ? അപ്പോൾ ഈ പറയുന്ന കെട്ടി നിർത്തിയിട്ടിരിക്കുന്ന ജലത്തിനെ പെൻസ്റ്റോക്ക് പൈപ്പുകളിലൂടെ താഴേക്ക് ഒഴുക്കുന്നു. അതിന്റെ ശക്തി കൊണ്ട് ടർബൈനെ കറക്കി ജനറേറ്റർ പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ അതാണ് എന്താ? ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇനി നമുക്ക് വേണമെങ്കിൽ ഒന്ന് നോട്ടും കൂടെ ഒന്ന് നോക്കാം. പഠിച്ചു കഴിയുമ്പോൾ അങ്ങ് നോട്ടും കൂടി എഴുതിപ്പോ, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. എന്താണ് പവർ സ്റ്റേഷൻസ് എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. പവർ സ്റ്റേഷൻസ്, ഓൾസോ കോൾഡ് പവർ പ്ലാന്റ് ഓർ ജനറേറ്റിംഗ് സ്റ്റേഷൻസ്, are the industrial facilities designed to generate electricity in large quantity for distribution to home, office and factories. എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അതിൻ്റെ ഇത് നിങ്ങൾക്ക് ഞാൻ അഡീഷണലി തരുന്ന പോയിന്റ് ആണ്. പവർ സ്റ്റേഷൻസ് കൺവേർട്ട് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എനർജി ലൈക്ക് ഹീറ്റ് ഫ്രം ദ ഫ്യൂവൽ, ന്യൂക്ലിയർ റിയാക്ഷൻസ്, ഹൈഡ്രോ പവർ, സോളാർ എക്സെട്ര ഇൻറ്റു ഇലക്ട്രിസിറ്റി. മോസ്റ്റ് പവർ സ്റ്റേഷൻസിനകത്തും ടർബൈൻസിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടർബൈൻ ജനറേറ്റർ സെറ്റപ്പ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഉണ്ടാക്കുന്നത്. അതായത് ഹീറ്റ് അല്ലെങ്കിൽ മെക്കാനിക്കൽ ഫോഴ്സ് ടർബൈനെ കറക്കും, അത് ജനറേറ്ററിനെ കറക്കും. അതുവഴി നമുക്ക് എന്ത് കിട്ടും? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴി വൈദ്യുതി കിട്ടും. ദ ജനറേറ്റഡ് ഇലക്ട്രിസിറ്റി ഈ സ്റ്റെപ്ഡ് അപ്പ്. അത് നമുക്ക് അടുത്ത് പഠിക്കാം. ഈ ജനറേറ്റഡ് ഇലക്ട്രിസിറ്റി പിന്നെ എന്ത് ചെയ്യും എന്നുള്ളത്. ഓക്കെ, 3 ടൈപ്പാണ് വരുന്നത്: തെർമൽ, ന്യൂക്ലിയർ, ഹൈഡ്രോ. ഇത് മൂന്നിൻ്റെ ഈ വ്യത്യാസവും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എനർജി കൺവേർഷൻ നമുക്ക് ചോദിച്ചിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, കണ്ടോ, 3 പവർ സ്റ്റേഷൻസിന്റെയും എനർജി കൺവേർഷൻ ചോദിച്ചിട്ടുണ്ട്. ബൈ വാട്ട് നെയിം ദീസ് 3 സെന്റേഴ്സ്? ഈ സെന്റേഴ്സ് നമ്മൾ എന്താ വിളിക്കുന്നത്? സെന്റേഴ്സിനെ വിളിക്കുന്ന പേരാണ് പവർ സ്റ്റേഷൻ. ഓക്കെ, അല്ലെ, മലയാളത്തിൽ അത് തന്നെയാണ് വിളിക്കുന്നത്. എനർജി കൺവേർഷൻ ചോദിച്ചിട്ടുണ്ട്. എനർജി നമുക്ക് നോക്കാം. തെർമലിലാണെങ്കിൽ ഹീറ്റിനെയാണ് നമ്മൾ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്നത്. ന്യൂക്ലിയറിലാണെങ്കിൽ ന്യൂക്ലിയർ എനർജിയാണ് ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്നത്. ഹൈഡ്രോയിലാണെങ്കിൽ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി എന്നോ അല്ലെങ്കിൽ ഹൈഡൽ എനർജി എന്നോ നമുക്ക് എന്ത് ചെയ്യാം? പറയാം. അതിൽ നിന്ന് കിട്ടുന്ന കൈനറ്റിക് എനർജി, ആ കൈനറ്റിക് എനർജി എന്തായിട്ട് മാറും? ഈ പറയുന്ന ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് വിശദമായിട്ട് നോക്കണം. എന്താ ഈ ചോദ്യത്തിൽ നമുക്ക് കുറച്ചുകൂടി വിശദമായിട്ട് അത് പറയാം. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചു. തെർമലിലാണെങ്കിൽ കോള്, ഗ്യാസ്, ഓയിൽ പോലുള്ള ഫ്യൂൽ ഉപയോഗിക്കും. ഹീറ്റിനെ വൈദ്യുതിയാക്കി മാറ്റുന്നു. ഇതിൻ്റെ പൊല്യൂഷനും റണ്ണിങ് കോസ്റ്റ് കൂടുതലുമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഡിസഡ്വാൻറ്റേജസ്. അപ്പോൾ അതൊന്ന് നോക്കി വെച്ചോ. ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസ് ആണെങ്കിൽ ന്യൂക്ലിയർ ഫിഷൻ ആണ്. ഓക്കെ, അതായത് ഹീറ്റ് എനർജി ഉൽപ്പാദിപ്പിക്കുന്നു ന്യൂക്ലിയർ ഫിഷൻ വഴി, അത് ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഹീറ്റ് എനർജി എന്നോ വേണമെങ്കിൽ എന്ത് കൊടുക്കാം? ന്യൂക്ലിയർ എനർജി എന്ന് എഴുതിയാലും തെറ്റൊന്നുമില്ല. എഫിഷ്യൻസി കൂടുതലാണ്, ലെസ് പൊല്യൂഷൻ ആണ്. പക്ഷെ എന്താണ്? റേഡിയോ ആക്റ്റീവ് വേസ്റ്റുകൾ ഭയങ്കര പ്രശ്നമാണ് അല്ലേ? നമുക്ക് റേഡിയേഷൻസ് ഒക്കെ പേടിയാണ്. അടുത്ത ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസ് ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഒഴുകുന്ന വെള്ളത്തിന്റെ കൈനറ്റിക് എനർജിയാണ് നമ്മൾ എന്താക്കി മാറ്റുന്നത്? വൈദ്യുതിയായിട്ട് മാറ്റുന്നത്. റിന്യൂവബിൾ ആണ്, വെള്ളം തീർന്നു പോകത്തില്ലല്ലോ. ലോ റണ്ണിങ് കോസ്റ്റും ആണ്. പക്ഷെ എന്താണ്? കെട്ടി ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരുപാട് ബുദ്ധിമുട്ടാണ്. അതായത് ഒരു ഡാം ഉണ്ടാക്കുക എന്ന് വെച്ചാൽ ഭയങ്കര കോസ്റ്റ് അല്ലേ? അപ്പോൾ അത് വെള്ളം ഇല്ലാത്ത സമയത്ത് നമുക്ക് പ്രവർത്തിപ്പിക്കാൻ പറ്റത്തുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കുഴപ്പങ്ങൾ. സെറ്റാ. ഓക്കെ, ഇനി ഇതല്ലാതെ വേറെയും ടൈപ്പ് ഉണ്ടോ? ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. ഇപ്പോൾ വേറെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ തിരമാലകളിൽ നിന്ന്, അതുപോലെ കാറ്റിൽ നിന്ന്, സോളാർ നമ്മൾ മുന്നത്തെ ചാപ്റ്ററിൽ പഠിച്ചതാണ്.
അതുപോലെ ഭൂമിക്കടിയിലുള്ള ചൂടായിട്ടുള്ള ജിയോ തെർമൽ ലാവയുടെ ചൂടൊക്കെ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന വേലിയേറ്റം വേലിയിറക്കം അതിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പിന്നീട് നിങ്ങളുടെ ഇഷ്ടത്തിന് വായിച്ചോളൂ. നമ്മൾ നോക്കിയേ, റൈറ്റ് ഡൗൺ ദ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് ബിറ്റ്വീൻ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസ് ആൻഡ് തെർമൽ പവർ സ്റ്റേഷൻസ്. ന്യൂക്ലിയറും തെർമലും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചിട്ടുള്ളത്. സിമിലാരിറ്റി ഡിഫറൻസസ് ന്യൂക്ലിയറും തെർമലും നോക്കിയാൽ രണ്ടിടത്തും കോമൺ എന്താണ്, ഹീറ്റ് സ്റ്റീം ഇത് രണ്ടുമാണ് അവിടെ എടുക്കുന്നത്. ഇതിനെ വെച്ചിട്ട് ടർബൈൻ കറക്കിയാണ് വൈദ്യുതി ഉണ്ടാക്കുന്നത്. രണ്ടിടത്തും ഒന്നായിരുന്നല്ലോ, രണ്ടിലും ടർബൈനും ജനറേറ്ററും കൂളിംഗ് സിസ്റ്റവും ഒക്കെ വേണം. ഡിഫറൻസസ് ആണെങ്കിൽ തെർമലിലാണെങ്കിൽ കോള് ഗ്യാസ് പോലുള്ളത് വെച്ചിട്ടാണെങ്കിൽ, ഈ പറയുന്ന ന്യൂക്ലിയറിലാണെങ്കിൽ എന്തായിരിക്കും, ന്യൂക്ലിയർ ഫ്യൂൽ വെച്ചിട്ടായിരിക്കും ഉണ്ടാക്കുന്നത്. അതുപോലെ തെർമൽ പവർ സ്റ്റേഷൻസിൽ എയറിനെ പൊല്യൂട്ട് ചെയ്യുമെങ്കിൽ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസ് എയർ പൊല്യൂഷൻ ഒന്നും ഉണ്ടാക്കത്തില്ല, പക്ഷേ റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ഉണ്ടാക്കും. അതുകൊണ്ട് കളയാന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും തൊല്ലയാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് വ്യത്യാസം. നോക്കിക്കോളുമല്ലോ. അടുത്ത ചോദ്യം നോക്കടാ. റൈറ്റ് ഡൗൺ ഇൻ ഓർഡർ ദ എനർജി ട്രാൻസ്ഫോർമേഷൻ ദാറ്റ് ഒക്കർ ഇൻ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസ്. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസിൽ ഈ പറയുന്ന ഊർജ്ജം കൺവേർട്ട് ആവുന്നതിൻ്റെ ഓർഡറാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഒഴുകുന്ന വെള്ളത്തിന് നമ്മൾ ആദ്യം ഡാം കെട്ടി നിർത്തി. ഇപ്പം ഞാൻ പറഞ്ഞു ഇവിടെ എപ്പോൾ ഉള്ള ഊർജ്ജം ഏതാണ്, പൊട്ടൻഷ്യൽ എനർജിയാണ് അല്ലെങ്കിൽ സ്ഥിതികോർജ്ജമാണ്. ഇതിനെ പെൻസ്റ്റോക്ക് പൈപ്പ് വഴി ഒഴുക്കി വിടുന്നു. അപ്പോൾ ഈ പൊട്ടൻഷ്യൽ എനർജി എന്തായിട്ട് മാറും, കൈനറ്റിക് എനർജി അല്ലെങ്കിൽ ഗതികോർജ്ജമായിട്ട് മാറും. ഇത് ഇവിടെ വെച്ചിട്ട് എന്തായിട്ട് മാറും, മെക്കാനിക്കൽ എനർജി വേണമെങ്കിൽ റൊട്ടേഷൻ എന്ന് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് എന്തായിട്ട് മാറും, കറങ്ങുമ്പോൾ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറും. ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് രീതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആയിട്ട് മാറും. കൈനറ്റിക് എനർജി റൊട്ടേറ്റ് ചെയ്യുന്ന മെക്കാനിക്കൽ എനർജി ടർബൈനിലോട്ട് മാറും. ഈ മെക്കാനിക്കൽ എനർജി എന്തായിട്ട് മാറും, വൈദ്യുത ഊർജ്ജമായിട്ട് മാറും. ഇതാണ് എവിടെ നടക്കുന്നത്, ഈ പറയുന്ന ഡാമിൽ നടക്കുന്നത്. പവർ സ്റ്റേഷൻസ് ഓക്കെ അല്ലേ, നിങ്ങൾക്ക് സെറ്റ് അല്ലേ? അപ്പോൾ പവർ സ്റ്റേഷൻസ് ഓക്കെ ആയി കഴിഞ്ഞെങ്കിൽ നമ്മളിപ്പോൾ എത്ര സമയമായി, 17 മിനിറ്റായി. ഞാൻ ഒരു ചെറിയ ടോപ്പിക് കൂടി പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, അടുത്തതിലോട്ട് പോവാം. ഇത് നോക്കിയേ, നമ്മൾ വൈദ്യുതി ഉണ്ടാക്കി. ഈ ഉണ്ടാക്കിയ വൈദ്യുതി ഇവിടെ തന്നെ വെച്ചുകൊണ്ടിരുന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ, ഇല്ല. നമുക്കതിന് എന്ത് ചെയ്യണം, ദൂരേക്ക് എത്തിക്കണം. കാരണം നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ ഈ പറയുന്ന പവർ സ്റ്റേഷനുകളൊക്കെ എന്തായിരിക്കും, ഏതെങ്കിലും റിമോട്ട് ലൊക്കേഷൻസിലായിരിക്കും, അല്ലെ ഏതെങ്കിലും ഉൾപ്രദേശത്തായിരിക്കും ഇതൊക്കെ പ്രവർത്തിക്കുന്നത്. പക്ഷെ വൈദ്യുതി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എവിടെയായിരിക്കും, അത് കൂടുതലും സിറ്റിയിലും അതുപോലെ ഇൻഡസ്ട്രിയൽ ഏരിയകളിലും ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും എന്തായാലും അടുത്തടുത്ത് നടക്കുന്ന സ്ഥലമല്ല. അപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന വൈദ്യുതിയെ നമുക്ക് ഈ കാണുന്ന ഓവർ ഹെഡ് ലൈനുകൾ എന്നാണ് ഇതിനെ പറയുന്നത്. നമ്മൾ സാധാരണ KCBയുടെ പോസ്റ്റ് ലൈനും എന്നൊക്കെ പറയും. ഈ ലൈനുകളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ലൈനുകൾ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും, അല്ലെ എല്ലാ പോസ്റ്റും ഒരുപോലെ അല്ല, അല്ലേ? ഇതുപോലത്തെ ഇപ്പോൾ വലിയ പോസ്റ്റുകൾ നിങ്ങൾ ചിലപ്പോൾ ഈ തമിഴ്നാട് റൂട്ടൊക്കെ യാത്ര ചെയ്യുമ്പോൾ അല്ലെ കണ്ടിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരത്തും അതുപോലെ എറണാകുളത്തും ഒക്കെ കോമൺ ആയിട്ടുള്ളവർക്കും ഇടുക്കിയിലൊക്കെ ഉള്ളവർക്കും ഈ പറയുന്ന സാധനങ്ങളൊക്കെ കണ്ട് നല്ല ശീലമായിരിക്കും. ഓക്കെ, എന്നാൽ ചില സ്ഥലങ്ങളിൽ സിറ്റിയുടെ അടുത്തൊക്കെ ഇങ്ങനെ ഒരു ലൈൻ പോകുന്നത് കാണാൻ പറ്റും. നമ്മുടെ വീടിനടുത്തൂടെയുള്ള സാധാരണ ഇങ്ങനത്തെ പോസ്റ്റും ആയിരിക്കും. അപ്പോൾ എന്താണ് ഇത് മൂന്നിൻ്റെ വ്യത്യാസം എന്നല്ല നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ റിമോട്ട് ലൊക്കേഷനിൽ ഉണ്ടാക്കിയ കറണ്ടിനെ എങ്ങനെയാണ് ഇവിടേക്ക് എത്തിക്കുന്നത്. അപ്പോൾ സിമ്പിൾ പരിപാടിയാണ്. നമ്മൾ ഈ പറയുന്ന പോസ്റ്റുകൾ വഴി ലൈനുകൾ വഴിയാണ് എത്തിക്കുന്നത്, നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറേ ഇതിപ്പോൾ നമുക്കറിയാമല്ലോ, എന്താ എടുത്തു പറയാൻ കാരണം നമ്മൾ തൊട്ട് ഉന്നത്തെ ചാപ്റ്ററിൽ എന്തിനെ പറ്റി പഠിച്ചിട്ടുണ്ട്, ജൂൾസ് ലോയെ പറ്റി പഠിച്ചിട്ടുണ്ട്. ജൂൾസ് ലോ എന്താ പറയുന്നത്, ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ അവിടെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധം ഉണ്ടെന്നും ഈ പ്രതിരോധത്തിനെ ഓവർകം ചെയ്യാനായിട്ട് വർക്ക് ചെയ്യുമെന്നും അല്ലെ അതിനനുസരിച്ച് അവിടെ എന്തുണ്ടാകും, ഹീറ്റ് ഉണ്ടാകുമെന്നും അറിയാം. ഇനി കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഈ പവർ സ്റ്റേഷനിലൊക്കെ ഉണ്ടാക്കുന്ന കറണ്ട് എന്ന് പറയുന്നത് വലിയ കറണ്ടാണ്. എന്ന് വെച്ചാൽ എന്താണ്, ഹൈ കറണ്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഹൈ കറണ്ട് നമ്മൾ ഈ ലൈനുകൾ കൂടി കടത്തി വിടുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. എന്താണ്, നിങ്ങൾക്കറിയാം H എന്താണ്, I²RT ആണ്. H എന്താണ്, I²RT ആണ്. അപ്പം നമുക്കറിയാം ഹൈ കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐയുടെ അളവ് കൂടുതലെന്നല്ലേ നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. I എന്ന് പറയുന്നത് ഇരട്ടിയായാൽ ഹീറ്റ് എന്ന് പറയുന്നത് 4 മടങ്ങ് കൂടും. അപ്പോൾ ഈ ഹൈ കറണ്ട് അല്ലെങ്കിൽ ഈ കറണ്ട് എന്ന് പറയുന്നത് 3 ഇരട്ടിയായാൽ ഹീറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 3ന്റെ സ്ക്വയർ 9 ഇരട്ടി. 4 ഇരട്ടി കറണ്ട് പോയി കഴിഞ്ഞാൽ 16 മടങ്ങ് ചൂടാണ് ഉണ്ടാകും. അപ്പോൾ ഇത്രയും ചൂടൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഹീറ്റൊക്കെ നഷ്ടമായിക്കൊണ്ടിരിക്കുകയല്ലേ. ചൂട് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കറണ്ട് വെറുതെ ചൂടിൻ്റെ ഫോമിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ. മാത്രമല്ല ഇത്രയും ചൂടുണ്ടായിക്കഴിഞ്ഞാൽ അത് അപകടങ്ങൾ ഉണ്ടാക്കത്തില്ലേ. അപ്പോൾ ഈ വൈദ്യുതി നമ്മൾ ഈ ലൈനുകളിലൂടെ കടത്തിവിടുമ്പോൾ അതിൻ്റെ വലിയൊരു പങ്ക് എന്തായിട്ട് പോകും, സാധാരണഗതിയിലാണ് കടത്തിവിടുന്നതെങ്കിൽ
അതിൻ്റെ വലിയൊരു പങ്കും ഈ പറയുന്ന ജൂൾ ഹീറ്റായിട്ട് നഷ്ടപ്പെടും. പക്ഷെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കറണ്ട് അങ്ങനെ കളയുന്നത് ശരിയാണോ? അല്ല. അപ്പം നമുക്കതിൻ്റെ ഒരു പ്രതിവിധി വേണം. ആ പ്രതിവിധിയെ പറ്റിയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ലൈനിലൂടെ വൈദ്യുതി കടത്തി വിടുമ്പോൾ ഹീറ്റിൻ്റെ ഫോമിൽ കറണ്ട് നഷ്ടപ്പെടുന്നതിന് നമ്മൾ ട്രാൻസ്മിഷൻ ലോസ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ട്രാൻസ്മിഷൻ ലോസ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഐഡിയ കിട്ടിയല്ലോ. ഇനി ടെക്സ്റ്റ് ബുക്കിലെ കാര്യത്തിലോട്ട് നോക്കാം. എ സി ഈ ചോദ്യം നോക്കി. ഹൗ ഡസ് ദ ഇലക്ട്രിസിറ്റി ജനറേറ്റഡ് ഇൻ ദ പവർ സ്റ്റേഷൻ റീച്ചസ് അവർ ഹോം ത്രൂ ഓവർ ഹെഡ് ലൈൻസ്? ഈ കാണുന്ന പോലത്തെ ലൈൻസ് വെച്ചിട്ട് ദ എ സി ജനറേറ്റഡ് ഇൻ ദ പവർ സ്റ്റേഷൻസ് റീച്ചസ് അവർ ഹോം ത്രൂ കണ്ടക്ടിങ് വയർസ്. ഈസ് ദെയർ എ പോസിബിലിറ്റി ഓഫ് എനർജി ലോസ് വെൻ ഇലക്ട്രിസിറ്റി ഈസ് ട്രാൻസ്മിറ്റഡ് ഓവർ ലോങ് ഡിസ്റ്റൻസസ്? യെസ് അല്ലേ. ലോസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അല്ലേ. ഇങ്ങനെ ഹൈ കറണ്ടൊക്കെ പോകുമ്പോൾ അതെന്ത് പറ്റും? ജൂൾ ഹീറ്റായിട്ട് പോകും. ദ എനർജി ലോസ് പ്രൈമർലി ഒക്കർ ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. ഹൗ ക്യാൻ ദിസ് ബി മിനിമൈസ്ഡ്? അപ്പോൾ നമുക്കിത് കുറയ്ക്കണം. എങ്ങനെ കുറയ്ക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഹീറ്റ് ഉണ്ടാകുന്ന എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? കറണ്ട്, അതുപോലെ തന്നെ അവിടെ ഉപയോഗിക്കുന്ന മെറ്റീരിയലിൻ്റെ റെസിസ്റ്റൻസ്, പിന്നെ അതുവഴി എത്ര സമയം ഫ്ലോ ചെയ്യുന്നു എന്നുള്ള ടൈം. എന്തായാലും സമയം നമുക്ക് കുറയ്ക്കാൻ പറ്റത്തില്ല. പിന്നെ എന്തൊക്കെ കുറയ്ക്കാൻ പറ്റും? കറണ്ടിനെയും കുറയ്ക്കാൻ പറ്റും, അതുപോലെ തന്നെ റെസിസ്റ്റൻസിനെയും നമുക്ക് മാക്സിമം എന്ത് ചെയ്യാം? കുറയ്ക്കാം. അപ്പോൾ എങ്ങനെ നമുക്ക് കറണ്ട് കുറയ്ക്കാം അല്ലേ? ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ ടു റെഡ്യൂസ് ടൈം. സമയം കുറയ്ക്കില്ല എന്ന് നടക്കുന്ന കാര്യമല്ല. പിന്നെ എന്താണ്? നമുക്ക് റെസിസ്റ്റൻസ് കുറയ്ക്കാം. റെസിസ്റ്റൻസ് കുറയ്ക്കാൻ എന്ത് ചെയ്താൽ മതി? നമ്മുടെ ചുറ്റും ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട് അല്ലേ. ആ മെറ്റീരിയൽസോട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, സിൽവർ, കോപ്പർ, ഗോൾഡ്, അലുമിനിയം, ടങ്സ്റ്റൺ, അയൺ. നോക്കിയേ, ഓരോന്നിൻ്റെ റെസിസ്റ്റൻസ് നോക്കിയേ. ഇതിൽ ഏറ്റവും റെസിസ്റ്റൻസ് കുറവേതാ? അത് സിൽവറാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് സിൽവർ ഉപയോഗിച്ച് ലൈൻസ് വലിക്കുകയാണെങ്കിൽ അല്ലേ, അതിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ ഹീറ്റ് ഉണ്ടാക്കുന്ന എന്ത് കുറയും? റെസിസ്റ്റൻസ് കുറയും. അപ്പോൾ ഹീറ്റ് ഉറപ്പായിട്ടും കുറയുമല്ലോ. അടിപൊളി അല്ലേ. പക്ഷെ ഒരു ദിവസമേ ലൈൻ വലിക്കുള്ളൂ, അടുത്ത ദിവസം ലൈനോടെ കാണത്തില്ല. എന്താണ്? വെള്ളിയാണ്. വെള്ളി എന്ന് പറയുന്ന വിലപിടിപ്പുള്ളൊരു സാധനമാണ്. ഇതൊക്കെ വെച്ച് ലൈൻ ഉണ്ടാക്കിയാൽ നമ്മുടെ നാട്ടുകാർ തന്നെ എന്ത് ചെയ്യും? ആ കറണ്ട് കണക്ഷൻ എവിടെയെങ്കിലും ഊരിയിട്ടിട്ട് യവന്മാർ വെള്ളി ഊരിയെടുത്ത് എന്ത് ചെയ്യും? വിൽക്കും. പിന്നെ വെള്ളി KCBക്ക് ചുമ്മാ കിട്ടുമോ? ഇല്ല, പൈസ കൊടുത്ത് വാങ്ങണ്ടേ. ഇത്രയും വിലപിടിപ്പുള്ളൊരു സാധനം വെച്ചിട്ട് വയറൊക്കെ ഉണ്ടാക്കാന്ന് വെച്ചാൽ നടക്കുമോ? ഇല്ല. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി താഴോട്ട് ഇറങ്ങി. കോപ്പർ കൊള്ളാം. പക്ഷെ കോപ്പറും അത്യാവശ്യം വിലയുള്ളൊരു സാധനമാണ്. അതുകൊണ്ട് നമുക്ക് ഈ ലൈനൊന്നും വലിക്കാൻ കോപ്പർ ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ കോപ്പർ എവിടെ ഉപയോഗിക്കും? നമ്മുടെ വീടിനകത്തുള്ള വയറുണ്ടല്ലോ, നമ്മുടെ വീടിനകത്ത് ഉപയോഗിക്കുന്ന ഹൗസ് ഹോൾഡ് വയറിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? കോപ്പർ ഉപയോഗിക്കാം. കാരണം നമ്മൾ എന്തായാലും സ്വന്തം വീട്ടിലെ വയർ ഒരു വിൽക്കൂലല്ലോ. മാത്രമല്ല ഇച്ചിരി വിലയും കൂടുതലാണ്. നമ്മൾ സ്പീഡിലോട്ട് ആകുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാം? അത് അഫോർഡ് ചെയ്യാൻ പറ്റും. KCBക്കൊന്നും പറ്റത്തില്ല. ഗോൾഡ് ചിന്തിക്കാനേ പറ്റത്തില്ല. പിന്നെ ഉള്ളത് ഏത്? അലുമിനിയം. അപ്പം നമ്മൾ എന്ത് ചൂസ് ചെയ്തു? അലുമിനിയം എടുത്തു. കാരണം നമ്മുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ വീടിൻ്റെ പുറത്തൊക്കെ ഈ പറയുന്ന പോസ്റ്റിൽ കൂടെ പോകുന്ന ലൈൻ അപ്പോൾ എന്താണ്? അലുമിനിയം. അപ്പോൾ അലുമിനിയത്തിൻ്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? കുറവാണ്. അതിൻ്റെ അർത്ഥം അത് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് എന്തായിരിക്കും? കുറവായിരിക്കും. അങ്ങനെ നമ്മൾ ഒരു സംഭവം സെറ്റാക്കി. എന്താണ്? ഹീറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലോ റെസിസ്റ്റിവിറ്റി ഉള്ള മെറ്റീരിയൽ ആയിട്ടുള്ള എന്തുപയോഗിക്കാം? അലുമിനിയം ഉപയോഗിക്കാം. ഡൺ. പക്ഷെ തീരുന്നില്ല. മെയിൻ വില്ലൻ ആരാ? കറണ്ടാ. കറണ്ടിനെ എങ്ങനെ കുറയ്ക്കും? കറണ്ട് കുറയ്ക്കാൻ നമുക്ക് റെസിസ്റ്റേഴ്സിനും കിട്ടി കറണ്ട് കുറയ്ക്കാൻ പറ്റും. പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പം നമുക്ക് കറണ്ട് കുറയ്ക്കണം. അപ്പം എന്താ വഴിയെന്ന് വെച്ചപ്പോൾ ആലോചിച്ചപ്പോൾ നമുക്കറിയാം അല്ലേ, ഒരു വൈദ്യുതിയുടെ പ്രധാനപ്പെട്ട ഒരു കമ്പോണൻ്റ് ആണ് അതിൻ്റെ പവർ. പവർ എന്ന് വെച്ചാൽ എന്താ? അത് വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ. അപ്പം നമുക്ക് പവർ നഷ്ടപ്പെടാതെ കറണ്ട് കുറയ്ക്കണം. എന്ത് ചെയ്യാം? അപ്പോൾ മാത്സ് അറിയാവുന്ന കുട്ടിക്കാണെങ്കിൽ അറിയാൻ പറ്റും അല്ലേ. ഇപ്പോൾ നോക്കിക്കോളണേടാ, 2 × 5 എന്ന് എഴുതിയാലും 10 5 × 2 എന്ന് എഴുതിയാലും 10. അപ്പം ഈ സംഖ്യ മാറുമ്പോൾ എന്തായാലും ഇവിടുത്തെ ഉത്തരം മാറത്തില്ല. ഇത് വെച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ. 2 വോൾട്ടും 5 ആംപിയർ മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് പവർ 10 വാട്ടെന്ന് കിട്ടും. 5 വോൾട്ടും 2 ആംപിയർ ഇട്ടാലും 10 വാട്ടെന്ന് കിട്ടും. നമുക്ക് 10 വാട്ട് കറണ്ട് പവർ കിട്ടിയാൽ പോരെ. നമുക്ക് എന്ത് ചെയ്യാടാ? നമുക്ക് ഈ കറണ്ടിനെ കുറയ്ക്കാം. എന്ത് കൂട്ടിയിട്ട്? വോൾട്ടേജിനെ കൂട്ടിയിട്ട്. സോ പവർ നഷ്ടപ്പെടാതെ കറണ്ട് കുറയ്ക്കാനുള്ള ഏക മാർഗം എന്താണ്? വോൾട്ടേജിനെ കൂട്ടുക എന്നുള്ളതാണ്. എന്തിനെ കൂട്ടുക? വോൾട്ടേജിനെ കൂട്ടുക. സോ കറണ്ട് ഈസ് ദ തേർഡ് ഫാക്ടർ വിച്ച് ഇസ് നീഡഡ് ടു റെഡ്യൂസ് ഓർ മിനിമൈസ് ലോസ്. ക്യാൻ കറണ്ട് ബി റെഡ്യൂസ്ഡ്? റെഡ്യൂസ് ചെയ്യാൻ പറ്റും. കാരണം നോക്കി, അക്കോർഡിംഗ് ടു ദ ഫോർമുല P = V × I. ഇഫ് ദ കറണ്ട് ഈസ് റെഡ്യൂസ്ഡ്, വാട്ട് ചേഞ്ചസ് ഒക്കേഴ്സ് ടു ദ പവർ? നമ്മൾ വെറുതെ കറണ്ട് മാത്രം കുറച്ചാൽ പവർ എന്ത് ചെയ്യും? കുറയും. പക്ഷേ ഹൗ ക്യാൻ വി റെഡ്യൂസ് ദ കറണ്ട് വിത്തൗട്ട് ഡിക്രീസിങ് ദ പവർ? എന്ത് ചെയ്താൽ മതി? കറണ്ട് എത്രത്തോളം കുറയ്ക്കുമോ അത്രത്തോളം വോൾട്ടേജിനെ കൂട്ടിയാൽ മതി. കണ്ടോ, ഇവിടുത്തെ നോക്കിയേ,
ഇവിടെ ഈ 5 എന്നുള്ളത് 2 ആക്കിയപ്പോൾ ഇവിടെ ഉള്ള 2നെ നമ്മൾ 5 ആക്കിയാൽ മതി, ബാലൻസ് ആയിക്കോളും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കറണ്ട് കുറയ്ക്കാൻ പറ്റും. കറണ്ട് കുറച്ചാൽ അതിൻ്റെ സ്ക്വയർ ടൈംസ് ആണ് ഹീറ്റ് കുറയുന്നത് അല്ലേ? കറണ്ട് 2 മടങ്ങ് കുറച്ചാൽ ഹീറ്റ് എത്രയായിരിക്കും? 2 4 മടങ്ങ് കുറയും. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കറണ്ട് കുറയ്ക്കാൻ പറ്റും. എങ്ങനെ കുറയ്ക്കും എന്നുള്ളത് ഇപ്പോൾ പഠിക്കാം, കുറയ്ക്കുമെന്ന് മാത്രം മനസ്സിലാക്കുക. സോ നമുക്ക് മനസ്സിലായി എന്താണ്, നമുക്ക് ഹീറ്റ് ലോസ് അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സ്യൂട്ടബിൾ ആയ മെറ്റീരിയലിൽ ഓഫ് ലോ റെസിസ്റ്റിവിറ്റി ഉപയോഗിക്കുക. ഉദാഹരണം അലുമിനിയം. അതുപോലെ വോൾട്ടേജ് മാക്സിമം കൂട്ടി കറണ്ടിനെ കുറയ്ക്കുക. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന ലോസ് കുറയ്ക്കാനായിട്ട് പറ്റും. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ നോക്കിക്കോ, മലയാളം മീഡിയം കൂടി പറഞ്ഞിട്ട് നോട്ടിലോട്ട് വരാമേ. നോക്കിക്കോ, അപ്പോൾ ഇതാണ് സംഭവം. ഓക്കെ, അപ്പോൾ വൈദ്യുതി ഊർജ്ജം മാറ്റമൊക്കെ അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ നോക്കിയ പവർ സ്റ്റേഷനിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി വീടുകളിലേക്ക് എത്തിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഈ പറയുന്ന കണ്ടക്ടിങ് വയറുകൾ അല്ലേ, ചാലക കമ്പികൾ ഉപയോഗിച്ചിട്ടായിരിക്കും. അപ്പോൾ ഈ പറയുന്ന പവർ സ്റ്റേഷനിൽ നിന്ന് ദൂരേക്ക് നമ്മൾ വൈദ്യുതി കടത്തി വിടുമ്പോഴത്തേക്കും എന്ത് പറ്റും? ജൂൾ നിയമം അനുസരിച്ച് അവിടെ ഹീറ്റിൻ്റെ രൂപത്തിൽ എന്ത് പറ്റും? വൈദ്യുതി നഷ്ടപ്പെടും. അപ്പോൾ ഊർജ്ജ നഷ്ടം ഉണ്ടാക്കുന്ന പ്രധാന താപരൂപത്തിലാണ്, പ്രധാനമായിട്ട് ഹീറ്റിലാണല്ലോ. അത് കുറയ്ക്കാൻ എന്തൊക്കെ ചെയ്യണം? കറണ്ട് കുറയ്ക്കണം, അല്ലെങ്കിൽ എന്താണ് റെസിസ്റ്റൻസ് കുറയ്ക്കണം, അല്ലെങ്കിൽ ടൈം കുറയ്ക്കണം. ഇവർ സമയം കുറയ്ക്കുക എന്ന് പറയുന്നത് നടക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ പ്രതിരോധം കുറയ്ക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? റെസിസ്റ്റിവിറ്റി ഏറ്റവും കുറഞ്ഞ മെറ്റീരിയൽ എടുക്കും. പട്ടിക പരിശോധിക്കുമ്പോൾ നമുക്കറിയാം വെള്ളി ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ കാരണം ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്ത് തന്നിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് അല്ലെ? വെള്ളി ഉപയോഗിക്കാൻ പറ്റത്തില്ല, ചെമ്പ് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റും, സ്വർണ്ണം ഉപയോഗിക്കാൻ പറ്റത്തില്ല, അലുമിനിയം നമുക്ക് എന്ത് ചെയ്യാം? KSEB ലൈനുകൾ ഉപയോഗിക്കാനായിട്ട് പറ്റും. അടുത്ത ജോലി എന്താണ്? കറണ്ട് കുറയ്ക്കണം. അപ്പോൾ കറണ്ട് നമുക്ക് ചുമ്മാ കുറച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും? പവർ കുറയും അല്ലേ? പവർ കുറയും. അപ്പോൾ പവർ കുറയാതെ കൂട്ടാൻ എന്ത് ചെയ്യണം? നമ്മൾ വോൾട്ടേജ് കൂട്ടിയിട്ട് കറണ്ട് കുറയ്ക്കണം. അപ്പോൾ നമുക്ക് എന്ത് പറ്റും? പ്രശ്നങ്ങളില്ലാതെ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അങ്ങനെ ട്രാൻസ്മിഷൻ ലോസ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും? ട്രാൻസ്മിഷൻ ലോസ് എങ്ങനെ കുറയ്ക്കാം? ട്രാൻസ്മിഷൻ ലോസ് കുറയ്ക്കാനായിട്ട് റെസിസ്റ്റിവിറ്റി കുറഞ്ഞ മെറ്റീരിയൽ ഉപയോഗിക്കുക, അതുപോലെ കറണ്ടിനെ കുറച്ച് വോൾട്ടേജിനെ കൂട്ടുക. സെറ്റ്. അപ്പോൾ ഇതാണ് ഹൗ ഇലക്ട്രിസിറ്റി റീച്ചസ് അവർ ഹോം എന്ന് പറയുന്നത് അല്ലേ? പവർ സ്റ്റേഷനിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ, പവർ സ്റ്റേഷനിൽ ഉണ്ടാക്കും, ഹൈ വോൾട്ടേജ് ആക്കി കൊടുക്കും. അത് നമുക്ക് ആവശ്യമുള്ളിടത്ത് വെച്ചിട്ട് വോൾട്ടേജ് കുറച്ച് കൂട്ടിയൊക്കെ എടുക്കും. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചോദ്യമായിരിക്കും അല്ലേ, ട്രാൻസ്മിഷൻ ലോസ്. ഇത് പഠിച്ചു വെച്ചോളണേ. എന്താണ്? എനർജി ഹീറ്റിന്റെ ഫോമിൽ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്നതിനെയാണ് നമ്മൾ ട്രാൻസ്മിഷൻ ലോസ് എന്ന് വിളിക്കുന്നത്. പ്രധാനമായിട്ടും റെസിസ്റ്റൻസ് കുറച്ചും അതുപോലെ തന്നെ എന്താണ്, കറണ്ട് കുറച്ചുമാണ് നമുക്കത് ചെയ്യാൻ പറ്റുന്നത്. എങ്ങനെ മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത ചോദ്യം വന്ന് കാണുമല്ലോ, മെത്തേഡ്സ് ടു മിനിമൈസ് എനർജി ലോസ്. സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത് വരുന്ന ചോദ്യമാണ് എന്തല്ലേ, എങ്ങനെ നമുക്ക് ഈ പറയുന്ന വോൾട്ടേജ് കൂട്ടാൻ പറ്റും? അപ്പോൾ വോൾട്ടേജ് കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ട് ഒരു ഉപകരണം നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ആ ഉപകരണത്തിൻ്റെ പേരാണ് ട്രാൻസ്ഫോർമർ. പക്ഷേ ട്രാൻസ്ഫോർമർ അതിൻ്റെ പ്രവർത്തനം കൂടി ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയ ക്ലാസ്സിൻ്റെ ലെങ്ത്തും കൂടും, നിങ്ങൾക്ക് ബോർ വരും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ക്ലാസ് നിർത്തിയിട്ട് അടുത്ത പാർട്ടിൽ എന്ത് ചെയ്യാം, ട്രാൻസ്ഫോമർ എന്താണെന്നും അതിൻ്റെ പ്രവർത്തന തത്വം എന്താണെന്നും ഏതൊക്കെ ടൈപ്പ് ട്രാൻസ്ഫോമർ ഉണ്ടെന്നുള്ളത് വിശദമായിട്ട് എന്ത് ചെയ്യാം പറഞ്ഞുതരാം. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.